സിപിഎമ്മുകാർ വോട്ടർ പട്ടികയിൽ നിന്ന് ബോധപൂർവം പേര് വെട്ടി ഹൈക്കോടതിയെ വരെ സമീപിച്ച അനുകൂല ഉത്തരവ് നേടി ബി.ജെ.പി. പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിലെ 21-ാം വാർഡ് എണ്ണപ്പാടത്ത് മത്സരിക്കുന്ന സിവിതയുടെ പേരാണ് സിപിഎമ്മുകാർ വെട്ടിയത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, കോടതി വരെ പോയി കാര്യങ്ങൾ നേടിയെടുക്കുന്നു. എന്തായാലും നമ്മുടെ ഭാഗത്ത് ശരിയുണ്ട് എങ്കിൽ അത് നടക്കും. അതുതന്നെയാണ് കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ബി.ജെ.പിക്ക് ഉണ്ടാകാൻ കാരണം. എന്തായാലും സിപിഎമ്മുകാരുടെ അടവൊന്നും ഫലം കണ്ടില്ല എന്നുള്ളത് തന്നെയാണ്. അരുൺ പറയും. രാജി, പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിലെ 21-ാം വാർഡ് എണ്ണപ്പാടത്ത് മത്സരിക്കുന്ന സിവിതയ്ക്ക് നേരെ ഈ സിപിഎമ്മുകാരുടെ നിരന്തരം ഭീഷണി ഉണ്ടായതും ഒപ്പം ഇവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ബോധപൂർവം സിപിഎമ്മുകാരെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ ഏതാനും മണിക്കൂറുകൾ മുൻപാണ് സംപ്രേഷണം ചെയ്തത്. ഏതായാലും അതിനുശേഷം ഈ യുവതി സ്ഥാനാർത്ഥിയായ NDA സ്ഥാനാർത്ഥിയായ സിവിത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയും പാലക്കാട് കളക്ടറെ തന്നെ നേരിൽ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടിയിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ സൈറ്റ് ഓപ്പൺ ചെയ്തവർക്ക് നൽകിയില്ല എന്നുള്ളതാണ്. ഇതോടുകൂടെ വലിയ പ്രതിസന്ധിയിലാവുകയായിരുന്നു ഈ സ്ഥാനാർത്ഥി. എന്നാൽ ബി.ജെ.പി. ഈ വിഷയത്തിൽ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവർ ഹൈക്കോടതി ഉൾപ്പെടെ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങിയതിന് ശേഷം ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി ഇവർ നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നമുക്കറിയാം, ഈ വോട്ടർ പട്ടികയിൽ പലപ്പോഴും ബോധപൂർവം എതിർ സ്ഥാനാർത്ഥികളുടെയോ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയക്കാരുടെയോ പേര് വെട്ടുന്ന ഒരു ശീലം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ബി.ജെ.പി. നേരത്തെ ആരോപണമായിട്ട് ഉന്നയിച്ചിരുന്നു. ഏതായാലും അത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയത് മൂലം അല്ലെങ്കിൽ ബോധപൂർവം പേര് വെട്ടി ഒഴിവാക്കിയത് മൂലം പലർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോലും കഴിയാത്ത സ്ഥിതി പലയിടങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല, സ്ഥാനാർത്ഥികൾക്ക് മത്സരത്തിൽ തന്നെ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്നാൽ ആ സ്ഥിതിയെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കോടതിയെ വരെ സമീപിച്ച് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ഉൾപ്പെടെ നേടി ഈ സ്ഥാനാർത്ഥി മത്സര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും സിവിതയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ആ ഒരു ഉത്തരവ് വലിയ ആശ്വാസകരമായ കാര്യമാണ്. സ്ഥാനാർത്ഥിയുടെ പേര് വീണ്ടും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു. അവർ നാമനിർദ്ദേശ പത്രികയെ സമർപ്പിച്ചിരിക്കുകയാണ്. ശരി അരുൺ.